ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ സോസേജ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന അടിപൊളി ഒരു മസാലയാണ്. ചപ്പാത്തി, പൊറോട്ട പോലുള്ള എല്ലാവിധ ഡ്രൈ പാക്കിലൂടെയും അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ചിക്കൻ സോസേജ് മസാല. അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ സോസേജ് മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, സ്ലൈസായി നുറുക്കിയെടുത്ത 4 പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 2 സബോള ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സബോള ആവശ്യത്തിന് വഴണ്ടി കിട്ടണവരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണക്കം മാറി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണക്കം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തക്കാളി ഇതിലേക്ക് മെൽറ്റായി കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളിയൊക്കെ പെട്ടെന്ന് മെൽറ്റായി കിട്ടാനായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ ഈ മസാലയിലേക്ക് ആവശ്യത്തിന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 350 ഗ്രാം തൂക്കം വരുന്ന ഒരു പാക്കറ്റ് ചിക്കൻ ഫ്രാങ്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോസേജൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തേക്കാം. നമ്മുടെ ചിക്കൻ സോസേജ് വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞു. അവസാനമായിട്ട് ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മസാലയായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതിൽ അല്പം നമ്മൾ തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനൊരു സെർവിങ് ഡിഷായിട്ട് പകർത്താം. ഡ്രൈ പാക്കലിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ സോസേജ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആരും ചിക്കൻ സോസേജ് മസാല ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്ന് പറയണ്ട. എല്ലാവർക്കും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ സോസേജ് മസാല ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.